ചാള അടിപൊളി കാഴ്ച മക്കളെ. എന്താ കാഴ്ച കൊലക്കടി അങ്ങനെ കിടക്കണ ഇതുപോലെ പല കിടന്ന് പെടച്ചു വന്ന് കയറിയാണ്ട എന്താ വലിപ്പം കണ്ടാ. ഇതിന്റെ വലിയൊരു കാഴ്ച നോക്കിയത് ചാള പെയ്ത് കളിക്കേണ്ട. അല്ല വച്ചാമാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നാടും ഊരും ഒക്കെ തെണ്ടി വീണ്ടും നമ്മള് ബോട്ടിൽ നിന്ന് നമ്മുടെ പ്രസാദം വള്ളത്തിലോട്ട് വീണ്ടും എത്തിയിട്ടുണ്ട്. ഒരു അടിപൊളി കീട്ടിലെ മീൻ പിടുത്തല ചാള വേട്ടയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. നമ്മള് പറഞ്ഞിട്ടുണ്ട് ഒരു കിണ്ണം കാച്ച വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വീഡിയോക്ക് ലൈക്ക് അടിച്ചാൽ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാവും. നല്ല തക്കിട് മുണ്ട ചാള അല്ലെങ്കിൽ തക്കിട് മുണ്ടിച്ച ആളെ നമ്മുടെ വാലയൊക്കെ ഒരു കിണ്ണം കാഴ്ച നമുക്ക് നേരെ വീഡിയോയിലോട്ടോ. ചെമ്മീനും ഉണ്ട്, ഇത് കണ്ടത് നോക്കി. ചെമ്മീനും മീനും കൂടി ഒക്കെ കയറി വരുന്നത്. അവേ നമുക്ക് പറഞ്ഞിട്ടുള്ള നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോട്ടെ. ഹലോ മച്ചാമാരെ, ഇന്നത്തെ മീൻപിടുത്ത വീഡിയോയിൽ നമ്മൾ ബോട്ടുകൾ കടൽക്ഷോഭത്തിൽ ബോട്ടായാലും വള്ളങ്ങളായാലും കടൽക്ഷോഭത്തിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ അഴിയിൽ കിടന്ന് കാണിക്കുന്ന ഒരു കുറേ കാഴ്ചകളുണ്ട്. ആ ഒരു കാഴ്ചകളും കൂടി ഉൾപ്പെടുത്തിയുള്ള വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. വീഡിയോ കാണുന്ന കൂട്ടുകാർ വീഡിയോക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്താലും പറയാനും മറക്കരുത്. അങ്ങനെ നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി നേരെ അഴി കയറാൻ വേണ്ടി പോകാനുണ്ടാണ്. എന്റെ പൊന്നെ സീൻ അങ്ങനെ ബോട്ടുകൾ അഴിയിറങ്ങണ ഒരു കാഴ്ച ഉണ്ട് ഈ കാണണം നിങ്ങൾ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടരൊക്കെ കമൻറ്റ് ചെയ്ത് പറഞ്ഞിട്ട് നമ്മുടെ വള്ളം വല അടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇനി ആ കാഴ്ചയും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. വല അടിച്ചേക്കേണ്ട ആക്കിയിട്ടുണ്ട്. വല പോവുകയാണ്. മൊത്തമായിട്ട് വല കറങ്ങി വരെയാണ്. അവിടെ ഉണ്ണിച്ചേട്ടൻ കിടപ്പണ്ടാ, ആളവിടെ കിടക്കണേടാ. വല മൊത്തോട്ട് കറങ്ങണ കാഴ്ചേണ്ടാ. ക്യാമറ കണ്ടടിച്ച വല കണ്ടത്. ഏകദേശം വല അടിച്ച് തീർന്നിട്ടുണ്ട്. മൊത്തോട്ട് ചെറുതായിട്ട് ഇത്രയും വല നമ്മൾ അടിച്ച് കറക്കിയിട്ടുണ്ട്. ആള് വാഞ്ഞോണ്ടിരിക്കണ
കിടക്കണ ചാള ചാള കിടക്കണുണ്ടോ ചാളയിൽ കാണാം ചാള അതെ ആള് വാങ്ങിക്കൊണ്ടിരിക്കയാണ് ചാള അവിടെ കിടന്ന് ആ ഒരു കയ്യിൽ കൊതച്ചിട്ട നല്ല കൊത കൊതച്ച് അപ്പൊ ഇനി നമുക്ക് നോക്കാം ഇരുപത്തോട്ട് അങ്ങനെ അടച്ചു കഴിഞ്ഞാ പിന്നെ കുഴപ്പമില്ല മക്കളെ അടിപൊളി കാഴ്ച ഞാൻ കാട്ടിത്തരാം ചാളന്ന് ആള് വാങ്ങോ കൊതക്കള് കാഴ്ച കണ്ടാ കണ്ട 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 കൊതക്കളി ആഹാ എന്താ കാഴ്ച കൊതക്കളി ആഹാ ഏമാനായിട്ട് കൊതക്കളി കൊറേ നാളെ ചെയ്യാണ്ട് ഇങ്ങനത്തെ ഒരു കാഴ്ച കാണാ കൊറേ നാളായി വള്ളത്തിൽ നമ്മളെ വള്ളത്തിൽ പ്രസാദത്തിൽ വന്നിട്ട് കൊതക്കളി കൊതച്ച് കളിക്കണ് വലയെ കിടന്ന് പേടക്കണി പേടക്കളിയാ കളി കണ്ടാ കണ്ട വേളക്കുട്ടന്മാര് മിന്നി കളിക്കണ കാഴ്ച കാണ് നിങ്ങൾ കണ്ടാ മിന്നി മിന്നി ഇവിടെ ഇപ്പറമിന്നി ചാള വിരടാ പെടച്ചളിക്കണ് വലിയ ചാളയണ്ടാ രണ്ടും ഫുള്ളായിട്ട് കേറിക്കഴിഞ്ഞ് മാടാങ്ങാട് അടഞ്ഞു കഴിഞ്ഞാ പിന്നെ മീൻ നമ്മുടെ വലക്കുള്ളിലായിട്ടാ അപ്പൊ അത് വേഗം റിങ് കയറുന്ന ഒരു കാഴ്ച കണ്ടാ വലിച്ചു കയറ്റണ ബീഞ്ചിലെടുക്കണ രണ്ടുപേരും കൊണ്ട് ഒരുമിച്ച് റോപ്പ് വലിച്ചു കയറ്റാണ് കുറെ നാളത്തെയാണ് ഇങ്ങനെ ഒരു ചാള എടുത്ത നിങ്ങളുടെ മുന്നിലോട്ട് ഞാൻ കാണിക്കണത് നമ്മളെ ശ്രീകൃഷ്ണപ്രധാൻ വള്ളത്തിലിപ്പോ കുറെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നാട് വേണ്ടി ഊര് വേണ്ടി പിന്നെ അവസാനം കറങ്ങി നമ്മൾ നമ്മുടെ വള്ളത്തിലെത്തും വീണ്ടും അങ്ങനെ എത്തി അപ്പൊ ഇന്ന് എത്തിയ ദിവസം തന്നെ വള്ളം വാലടിച്ചിട്ട് മീനാണ് ഈ കിടന്ന് ചാടി ഓടി കളിക്കണാട്ട് ഇവിടെയൊക്കെ മീനാണ് കേറി ബാക്കി കാഴ്ച കാര്യങ്ങളൊക്കെ ഞാൻ നിനക്ക് കാട്ടിത്തരാട്ടാ ഡിഗ്ഗി മറിഞ്ഞു മറിക്കണോ അമ്പ ഡിഗ്ഗി മറിച്ചിട്ടുണ്ട് ആള് നമ്മുടെ റിങ്ങും കാര്യങ്ങളും കേറണ കാഴ്ച ഉണ്ടാ റിങ് കയറി കഴിഞ്ഞാ പിന്നെ മീൻ ഇതിനുള്ളിൽ നിന്ന് പോകൂല കേട്ടാ റിങ്ങാ കയറി കഴിഞ്ഞ് കണ്ടാ റിങ് ഒതുക്കി കയറ്റാൻ വേണ്ടി പോവേണ്ട ഇവിടെ അത് കേറാൻ വേണ്ടി പൊട്ടിച്ച് കയറ്റണ്ട അപ്പൊ ഇവിടെ വലിക്കണമെന്ന് വെച്ചാൽ ഈ മട ഇത് പോവാൻ വേണ്ടി ടൈറ്റിൽ ഓടായിട്ട് നിൽക്കണം അപ്പൊ ഇത്തിരി ഗ്യാപ്പ് കിട്ടും ലൂസ് ആക്കണ്ട കേറണ്ട കേറണ കേറി വരണ കേട്ടോ ഇത് മൊത്തമായിട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വല പിടിച്ച് കയറ്റോട്ടാ ഒറ്റയടിക്ക് കയറ്റാൻ പറ്റില്ല ടൈറ്റ് കണ്ട ഇതൊക്കെ പുതിയ റോപ്പ് നമ്മൾ ഈ അടുത്ത് സെറ്റ് ചെയ്തേക്കണേ ഇത് പുതിയത് കണ്ട ഇത് പഴയത് രണ്ട് സൈഡും കെട്ടി നിർത്തി ഇനി വല പിടിക്കാൻ വേണ്ടി പോവുകയാണ് എല്ലാരും വല പിടിച്ച് തരണടാ എല്ലാവരും ഈ ഒരു അറ്റം തൊട്ട് ഈ ഒരു അറ്റം വരെ ആ മരത്ത് വല പിടിച്ച് ആവേശത്തിൽ കയറ്റുന്ന ഒരു കാഴ്ച കണ്ട ഇതാണ് അമ്പിട്ട് കയറ്റേണ്ട നമ്മുടെ സാഗിന്റെ വല പിടിച്ച് കയറ്റാണ് ഈ ഒരു കാഴ്ചയൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കുറെ നാളുകളായി വള്ളത്തിലെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടാ അപ്പൊ വന്നപ്പോ തന്നെ നല്ല അടിപൊളി കാഴ്ച നിങ്ങൾക്ക് കാട്ടിത്തരാൻ പറ്റി വല അടിച്ചേക്കാണ് നമ്മൾ അടിച്ച വല അതുപോലെ തന്നെ വീണ്ടും സെറ്റ് ചെയ്ത് വെക്കേണ്ടി കാണുന്നത് ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും മീൻ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ വേഗം തന്നെ നമുക്ക് ആ വല അടിച്ച് അങ്ങോട്ട് പോവാം അപ്പൊ അതിനു വേണ്ടി അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് കയറ്റാണ്
വെള്ളത്തിന്റെ അമരഭാഗം ഇതാണ് അണിയ ഭാഗം. അപ്പൊ അണിയത്തും വല പിടിച്ച് കയറ്റേണ്ട. അതെ അണിയത്താണ്ടി നിക്കണം നമ്മള്. ഇവിടെ എല്ലാരും വല പിടിച്ച് കയറ്റണം കേട്ടാ. ചാളേന്ന് വെള്ളത്തിൽ കിടന്ന് ഓടിക്കളിക്കണേട്ടാ. നല്ല അടിപൊളി ചാള കൊതക്കലായിരുന്നു നമ്മുടെ വലയില്. കയറണ്ടാ. അത് നമ്മുടെ കമ്പ ചുറ്റിക്കയറ്റണ പമ്പരൂണ കാണണേട്ടാ. ഈ റോപ്പ് കണ്ട ഇത് ചുറ്റിക്കയറ്റണാണ്. അപ്പൊ നമുക്ക് വളരെ പിടിച്ച് കയറ്റേണ്ട. ആ ചേട്ടനാണ് പുതിയ ആര്യക്കാരനാട്ടാ. ചേട്ടനാണ് ഇപ്പൊ ആര്യക്കാരനായിട്ടിരിക്കണം നമ്മുടെ വെള്ളത്തിൽ. ബാക്കി എല്ലാരും പഴയ ആൾക്കാർ തന്നെ കേട്ടാ. അത് ടൈറ്റായിട്ട് റോപ്പ് നിൽക്കണം. റോപ്പ് വലിച്ചേരണ്ടാ. വലിക്കടാ അങ്ങടാ. റോപ്പ് ടൈറ്റാണ്. പൊരം ഈ ഇതിനെ പറയണ ഭാഗോട് ഈ ഒരു പൊന്ത് ഇങ്ങനെ ചുവന്നെടുക്കണ ഭാഗത്തിന് പൊരോന്നാണ് പറയണത്. അപ്പൊ അത് വലിച്ചടിപ്പിക്കണം. ചുരുക്കുമ്പോൾ വല കയറാൻ എളുപ്പമുള്ളൂ. അപ്പൊ അത് കണ്ട അത് വലിച്ചടിപ്പിക്കണ ഒരു കാഴ്ച ഉണ്ട് ഈ കാണുന്ന. അവരും ചോദിക്കാറുണ്ട് ചാള വലുതായില്ലേ ഇതേ നല്ല തക്കിടുമുണ്ടൻ ചാള. ഇത്രയും നാളെ നമ്മൾ കുഞ്ഞിച്ചാളെ കാണിച്ചതേ. ചാള വലിപ്പം കണ്ട നല്ല തക്കിടുമുണ്ടൻ പേടക്കണ ചാള കണ്ടാ കണ്ടത്. ഇത് നമ്മൾ നേരെ അഴീക്കോട് കൊണ്ടുപോയി കൊടുക്കോട്ടാ. വലിപ്പം നോക്കിയേ കണ്ടാ. ചാള വലുതായി കണ്ടാ. നല്ല വലിപ്പമുള്ള നല്ല തക്കിടുമുണ്ടൻ കണ്ടാ. പലരും ഇതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ ചോദിച്ചു കൊമ്പ ചാള കുഞ്ഞാളെ ചാളക്കുന്ന വലിപ്പം വെക്കണേ. പല വീഡിയോയിലും കണ്ട് ചാളക്ക് വലിപ്പം വെക്കണേന്ന്. അന്നൊന്നും ഞങ്ങൾ മിണ്ടിയില്ല. അതെ ഇപ്പൊ ഞങ്ങൾ മിണ്ടണ്ട. ചാള വലിപ്പം കണ്ടാ. നല്ല തക്കിടുമുണ്ടൻ ചാള കണ്ടാ. ഇപ്പടക്കടി അങ്ങനെ കിടക്കണ. ഇതുപോലെ പല കിടന്ന് പെടച്ച് വന്ന് കയറിയാണ്ട. എന്താ വലിപ്പം കണ്ടാ. അപ്പൊ ഇതിന്റെ വലിയൊരു കൂട്ടം വെള്ളത്തിൽ കിടപ്പുണ്ട്. അപ്പൊ അത് കയറി വരുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാട്ടിത്തരാട്ടാ. മഴിമുഖങ്ങൾ ഡോൾഫിനെ കണ്ടെന്ന് പറഞ്ഞ കുറെ കമന്റുകളും വീഡിയോകളൊക്കെ പറയാറുണ്ട്. പക്ഷെ ഡോൾഫിൻ അല്ല, അതാണ് കടൽ പന്നില്ലേ. ഇത് കണ്ടാ അവന്മാർ ഓടിക്കാൻ വേണ്ടി രണ്ടുപേര് വെള്ളത്തിൽ ചാടിക്കണം. നമ്മുടെ വല കടിച്ചു തീരാൻ വേണ്ടി വന്നേക്കാണ്. ദേ അവിടെ കേട്ടാ ഞാൻ കാട്ടിത്തരാം. ഇവിടെ പോകുന്നതേ അവൻ ഉണ്ണിച്ചേട്ടൻ വെള്ളത്തിൽ പണ്ട് ഉമ്മാരെ ഓടിക്കാനായിട്ട് ഇവിടെ ഉണ്ടാവേ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവൻ വല തക്ക കിട്ടിയാൽ നമ്മുടെ വലയിൽ കയറി മീനെ തിന്നാൻ വേണ്ടി വല കടിച്ച് പൊട്ടിക്കും കടൽപ്പന്നി. കെട്ടയച്ചിടാ. എവിടെ കെട്ടിയേക്കണത്? വിളിച്ചിട്ട് താഴെ കെട്ടിയണ ടയർമീൻ കെട്ടിയണ. അതെ നമ്മളെ കഥാനായകൻ മന്നി ഉണ്ണിച്ചേട്ടൻ. കുറെ നാളെ എല്ലാരും വീഡിയോ കൂടി കാട്ടിയിട്ട് ഒരു ചാളയുണ്ട് കേട്ടോ ഡിങ്കില്. അവിടെ കടൽപ്പന്നി വന്നിട്ടുണ്ട്. ഓടിക്കോ അങ്ങോട്ട് ഓടിക്കോ. വല കയറുന്ന സമയത്ത് ഇവിടെ കുറേ കെട്ടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണ് ഈ കെട്ടുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വലയിൽ വന്ന കീറലും പൊട്ടലൊക്കെയാണ്. അപ്പൊ ആ കെട്ടിയിട്ട് വെക്കും. കെട്ടിയിട്ട് വെച്ചാൽ അവിടെ കീറലുണ്ടെന്ന് മനസ്സിലാവുള്ളൂ കേട്ടാ. അപ്പൊ ഈ കെട്ട് ഇവിടെ കണ്ടാ തുന്നിപ്പിടിപ്പിക്കണ്ട. കത്തിയൊക്കെ നെഞ്ചത്ത് വെച്ചേക്കണത് ഇത് തുന്നാൻ വേണ്ടി കണ്ടാതെ കത്തി കണ്ടാ. ഈ കത്തി വെച്ചിട്ട് കീറി വല തുന്നിപ്പിടിപ്പിക്കും കേട്ടാ. അപ്പൊ നമുക്ക് വേറെ പെട്ടെന്ന് നമ്മൾ വല കയറ്റി കഴിയുമ്പോൾ മീനെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് മീനെ പിടിക്കാം. കാരണം അപ്പൊ തന്നെ വലയിലെ കേടുപാടുകളൊക്കെ ഓൺ ദ സ്പോട്ടിൽ നമ്മൾ തീർത്തു കൊടുക്കണേ. അതാണ് ഈ ഒരു പണ്ട് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നത്തേക്കായിട്ട് വെക്കൂല. അപ്പൊ തന്നെ കാര്യങ്ങളൊക്കെ റെഡി ആക്കോട്ടാ. അപ്പൊ ഇവിടെ വല കണ്ടാ തുന്നലാണ്. തുന്നാൻ വേണ്ടി നൂലുകളാണ് ഈ കാണുന്നത്. ഈ ചെപ്പ് നിറച്ച നൂലുകളാണ് കണ്ടാ. ഈ നൂല് ഉപയോഗിച്ചിട്ട് കീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കണ്ടിച്ച് കളഞ്ഞിട്ട് ഏത് നൂലാണെന്ന് നോക്കിയിട്ട് കണ്ടാ ആ നൂലൊക്കെ ഇട്ടയച്ച് അത് തുന്നും. ജസ്റ്റ് ഞാനൊന്ന് നിങ്ങൾക്ക് കാട്ടിത്തരാം കേട്ടാ. കുഞ്ഞിക്കണ്ണികളാണ് ഈ പ്രായത്തിൽ. കണ്ടാ ആ വില്ലേജ് ആ കുഞ്ഞിക്കണ്ണിൽ നൂല് സെറ്റ് ചെയ്യണണ്ടാ. നമ്മളൊക്കെ ഈ ഒരു പ്രായം ചോദിക്കാൻ നമ്മളെ കണ്ണടിച്ചു പോകും. കാരണം ഭയങ്കര മൊബൈൽ കളി കൂടുതലും. നമ്മൾ ഫുൾ ടൈം മൊബൈലാണ്. ഇപ്പൊ പല തലമുറകളൊക്കെ ഫോൺ അഡിക്ഷൻ ആണെന്ന് തന്നെ പറയാം. ഫോണിൽ തന്നെയാണ്. അപ്പൊ ഈ ഒരു സംഭവം നമ്മളൊക്കെ ഈ ഒരു പ്രായത്തിലൊക്കെ കോർക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാണല്ലോ ഒരു നടപടിയാവണ കേസായിരിക്കൂല കേട്ടാ. തുന്നണ തുന്നണത് കൊറേണ്ട് ഇപ്പൊ റെഡിയാക്കും. 50% കയറി. ഇനി ഒരു 50% കയറാനുണ്ട്. വെള്ളത്തിൽ കിടക്കാണ്. പുതുവല കയറിയാണ് നമ്മളെ വലയൊക്കെ. ഇനിയിപ്പോ ഈ സീസൺ തുടങ്ങിയാണ്. ഇനി
ചാളവേട്ടയും അതുപോലെ ചെമ്മീൻ വേട്ടയും അങ്ങനെയുള്ള അങ്ങനെയുള്ള മീനുകളൊക്കെ കിടിലൻ മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ കാണാം. ഇനി വള്ളക്കാരുടെ സമയമാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങണത്. ബോട്ടുകാരുടെ പരിപാടിയൊക്കെ ഏകദേശം ഇനി ഈ ഒരു മാസത്തോണ്ട് എൻ്റെ പരിപാടിയൊക്കെ തീരും. അത് കഴിഞ്ഞ് ഇനി വള്ളക്കാരാണ്, ഇനി അവരുടെ കളികളാണ് കാണാൻ പോണേട്ടാ. അതെ വല പിടിച്ച് കേറ്റുള്ള പുതുവല എനിക്ക് കയറി വന്നേട്ടാ. പുത്തൻ വല കണ്ട, കളർ വ്യത്യാസം കണ്ട, രണ്ട് വലയും തമ്മിൽ. ഇതാണ് പൂവാലൻ ചെമ്മീൻ കണ്ട, പൂവാലിനെ കണ്ടോതെ, പൂവാലൻ ചെമ്മീൻ. ഇനി ഇവന്റെയൊക്കെ ഒരു മീൻ വേട്ട, അതായത് വല നിറച്ച് പൂവാലൻ കിട്ടുന്ന അടിപൊളി കാഴ്ചയൊക്കെ ഞാൻ കാട്ടി തരാം കേട്ടാ. പൂവാലൻ കാണാത്ത കൂട്ടുകാരുണ്ടോ? പൂവാലൻ കണ്ട, ഇത് നമ്മളെ നാട്ടില് പൂവാലൻ എന്ന് പറയാൻ കേട്ടാ. നമ്മളിങ്ങനെ ഞങ്ങളെ വിടയാണ്. നമുക്ക് അവസാനം വല കയറുമ്പോ കാണിച്ചുതരാം. വല ഏകദേശം തീരാറായിട്ട് ഇപ്പൊ തന്നെ വലയിൽ മീനൊക്കെ കോരാൻ തുടങ്ങും കേട്ടാ. കണ്ടിത് നല്ല പേട്ടക്കാടക്കള ചാള കയറി വരണ്ട, വലയിൽ കണ്ട കേറ കഴിച്ചണ്ട കേട്ടാ. കണ്ടിത് ആഹാ, പുതുവല ഉണ്ട് കയറണ പെടക്കണട്ടാ. പെടച്ചളിക്കണേ എന്താ കാഴ്ച. പെയ്യാണ് ചാള പെയ്യണ കാഴ്ച കണ്ട, കാണി കണ്ടിത്. പെയ്യാണ് ചാള. അടിപൊളി കാഴ്ചയാണ് മക്കളെ, ഇത് കാണുന്നത് നിങ്ങള്. ഇത് കളിക്കണ് ചാള. പെയ്യാണ് തുള്ളിച്ചാടി കളിക്കണ. കേറണ്ടാ. ചാളേ എന്തുടടി പറക്കണേ, പറക്കലടങ്ങി. കുട്ടുചേട്ടനൊക്കെ ചാള മറിക്കാൻ നിൽക്കണ കേട്ടാ. രണ്ട് കള്ളിയിലാട്ടെ നമ്മ ചാളിരുന്ന കേട്ടാ. മതി അങ്ങനെ കേട്ടെ. കഴിയുമ്പോ ലോഡ് കഴിയട്ടെ, ലോഡ് കഴിയട്ടെ.
കിട്ടിയ 2 കള്ളി മീനാട്ട ചാള ആ തൂത്തടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് 2 വള്ളം ചാള എടുത്തിട്ട് കരിയർ വെള്ളത്തിൽ ചാള എടുത്ത് നമ്മൾ കരയിലോട്ട് പോകാൻ വേണ്ടി പോവേണ്ട. വീഡിയോ കാണുന്ന കൂട്ടുകാർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നല്ല അടിപൊളി കിടിലം വീഡിയോ ഒക്കെ പുറകെ വരാണ്ട്. ഇനി വള്ളക്കാരുടെ സമയമാണ്. ഇനി മഴക്കാലം തുടങ്ങി കടലക്കളി കഴിഞ്ഞാൽ നിറച്ച് നമുക്ക് ചാളയായാലും അയിലായാലും ചെമ്മീനായാലും തിരിയാനൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്നേ. ഒരു ചാളുടെ വലിപ്പം കണ്ട എന്താ വലിപ്പം നോക്കിയേ. അപ്പോൾ ശ്രീകൃഷ്ണപ്രസാദം വള്ളത്തിലെ സ്രാങ്കാണ് ഈ കാണുന്നത്. സ്രാങ്ങിനെ കാണാത്ത പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചതാണ്. അപ്പോൾ സ്രാങ്ക് നേരെ കരയിലോട്ട് വള്ളം ഓടിക്കുകയാണ്. നമ്മളത് നേരെ കരക്ക് വെച്ച് പോകണ ഒരു കാഴ്ച ഉണ്ട്. ഏകദേശം നമ്മൾ കായംകുളം വരെ വന്നാണ് ഈ ഒരു മീൻ പിടുത്തവും കാര്യങ്ങളൊക്കെ നടത്തിയത്. അങ്ങനെ നമ്മുടെ വള്ളം നമ്മൾ ചെറുവള്ളം കെട്ടി വലിച്ച് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇനിയും നല്ല അടിപൊളി കിടിലൻ മീൻ പിടുത്തവും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ പുറകെ വരാം. അപ്പോൾ അതൊരു ടാറ്റാ.